പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ ദൈവം തന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം എബ്രായർക്കെഴുതിയ ലേഖനം 13 അധ്യായം 7 വാക്യം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. പ്രൈസ് ലോർഡ്. ഇന്ന് വിശ്വാസത്തിലെ അനുകാരികളായിരിക്കുവിൻ. അതായത് നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മെ അറിയിച്ച ഓരോരുത്തരെയും നാം ഓർക്കണം. പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിൻ്റെ മാർഗം കാട്ടിത്തന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ നാം ഓർക്കുകയും അവരുടെ ജീവിത വിശ്വാസത്തിൻ്റെ ചുവടുകൾ അനുകരിപ്പാൻ, അതായത് അനുസരിപ്പാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുടരുവാൻ അനുയോജ്യമാണെന്ന് നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുവെങ്കിൽ നാം ആ വിശ്വാസത്തിൽ പിന്തുടരുക. ഒരിക്കൽ കൂടി പറയുന്നു, ഹല്ലേലൂയ. നമ്മെ വിശ്വാസമാർഗത്തിൽ കൊണ്ടുവന്നവരുടെ ആ ജീവിതം നമുക്കിപ്പോൾ അനുകരിപ്പാൻ സാധിക്കുന്നുവെങ്കിൽ അത് നാം പിന്തുടരുക. എപ്പോഴും എല്ലാവരും ഒരേ അവസ്ഥയിൽ തന്നെയാണെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. അതായത് ഇന്നത്തെ ഓരോ ആത്മീയ ഗോളത്തിൽ നടക്കുന്നത് കാണുമ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ടതായിട്ടാണ് വരുന്നത്. എന്തു തന്നെയായാലും എബ്രായർക്കെഴുതിയ ലേഖനം 13:17 നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് നന്നല്ല. പ്രിയ മക്കളെ, നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹല്ലേലൂയ, നമ്മെ നടത്തിയവരെ നാം ഓർക്കണം. ഹല്ലേലൂയ. അവർക്ക് നമ്മൾ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ ജാഗരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പല ദൈവദാസന്മാരും പല ദൈവമോ ഹല്ലേലൂയ പലരെയും ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ കൊണ്ടുവന്നപ്പോൾ ഹല്ലേലൂയ അവർ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നാം ഓരോരുത്തരും നിലനിൽക്കുന്നത് എന്നുള്ളതാ. ആ ബോധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ അവരെ അനുസരിക്കുന്നവരായി, അവരെ അനുകരിക്കുന്നവരായി തീരുക. ഹല്ലേലൂയ. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. ഹല്ലേലൂയ. നമ്മൾ അവരെ കുറ്റം പറയുവോ ഇതും പറഞ്ഞിരിക്കുവാനല്ല. ഹല്ലേലൂയ. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അത് ദോഷം വരുത്തുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നാം ശുശ്രൂഷകന്മാരോടും ഉപദേഷ്ടാക്കന്മാരോടുമുള്ള നമ്മുടെ വിശ്വസ്തതയും അനുസരണവും. അതായത് ഇങ്ങനെ പറയുന്നത് കാരണമുണ്ട്. ഇപ്പോഴുള്ള അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നാം വിശ്വസ്തർ എന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന പലരുടെയും സ്വഭാവ വിശേഷതകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ കാണുമ്പോൾ അവരോട് നമുക്കുള്ള ആ നമ്മുടെ വിശ്വസ്തത കുറഞ്ഞു പോകുവാനിടയാകുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ ക്രിസ്തുവുമായിട്ടുള്ള അവരുടെ ബന്ധമെന്ന് നമുക്ക് തോന്നിപ്പോകും. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയാൻ നോക്കൂ, 2 തീമോഥെയോസ് 3:2 പറയുന്നു, മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അപ്പോസ്തലന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. നോക്കെ, അനേക കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരെ, അങ്ങനെയുള്ളവരെ നാം വിട്ടൊഴിയുവാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. വിട്ടൊഴിഞ്ഞിട്ട് നമ്മൾ വിടേണ്ടതെല്ലാം വിട്ടൊഴിഞ്ഞിട്ട് ദൈവത്തോടെ വ്യക്തിപരമായിട്ടുള്ള നാം വിശ്വസ്തത പുലർത്തുന്നവരായിരിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 22:37 പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു
വലിയതും ഒന്നാമത്തതുമായ കൽപ്പന. പ്രിയ മക്കളെ, ഹാലലുയ, ദൈവവുമായിട്ടുള്ള നമ്മുടെ വിശ്വസ്തത പൂർണ്ണതയുള്ളതായിരിക്കണം. ഹാലലൂയ. അതില്ലാതെ ഒരു അപാകത ഉണ്ടാകുവാൻ പാടില്ല. ഹല്ലേലൂയ. എപ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, ഹാലലൂയ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് നമുക്ക് മുന്നേറണം. ഹാലലൂയ. അടുത്തതായിട്ട് നാം ദൈവവചനത്തോട് വിശ്വസ്തരായിരിക്കണം. യോഹന്നാൻ 15:12 ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. ഹല്ലേലൂയ. അതായത് തമ്മിൽ സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സഹായിക്കുന്നവരുമായിരിക്കണം. പ്രിയ മക്കളെ, ഇന്ന് ഹാലലിയ സ്നേഹത്തിൻ്റെ ഹല്ലേലൂയ 2 വാക്കേ ഉള്ളൂ എങ്കിലും അത് തുലവും കുറവായിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് തമ്മിൽ ഒന്ന് സ്നേഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഓരോ കാര്യങ്ങളും കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഗലാത്യർ 6:10 പറഞ്ഞ, ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുകയും ചെയ്യുക. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളാൽ ആവോളം നാം പ്രവർത്തിക്കുന്നവരായിരിക്കണം. വിശ്വസ്തയോടെ പൂർണ്ണതയോടെ കർത്താവിൻ്റെ സേവനം ചെയ്യുന്നവരായി തീരണം. സങ്കീർത്തനം 12:1 പറയാണ്, ദാവീദ് പറയുകയാണ്, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. പ്രിയ മക്കളെ നോക്ക്, ഹല്ലേലൂയ. ദൈവഭക്തിയോട് ജീവിക്കുന്ന ജനങ്ങൾ ഇന്ന് ഓരോ ദുഷ്ടപ്രവൃത്തികൾ കാണുമ്പോൾ അസ്വസ്ഥരാകുകയാണ്. അതായത് ഭക്തന്മാർ എന്ന് പേര് പറഞ്ഞ് നടന്നവർ വിശ്വസ്തതയിൽ നിന്ന് ഇന്ന് തെറ്റി ഒഴിഞ്ഞു മാറിപ്പോകുന്നു. അതുകൊണ്ട് ഇവിടെ ദാവീദ് പറയാണ്, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നാം ഹല്ലേലൂയ ഓർക്കുമ്പോഴും കാണുമ്പോഴും ഇതേ അവസ്ഥയിലായിരിക്കുകയാണ്. ഹല്ലേലൂയ. കൂടാതെ അപ്പോസ്തലനായ പൗലോസ് 1 തീമോഥെയോസ് 4:1 പറഞ്ഞിരിക്കുന്നു, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവും തെളിവായി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. അന്ത്യകാലങ്ങളിൽ യേശു ക്രിസ്തുവിലെ വിശ്വസ്തതയിൽ നിന്നും തിരുവെഴുത്തിന്റെ സത്യത്തിൽ നിന്നും ഒരു വിശ്വാസത്യാഗം സംഭവിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഏതു വിധേനയും നിങ്ങളെ ചതിക്കാതെ, ഹല്ലേലൂയ, ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായി വെളിപ്പെടുകയും വേണമെന്നുള്ളത് കർത്താവിൻ്റെ വചനം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഹല്ലേലൂയ. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിവൃത്തിയാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഒരു കാര്യം ചെയ്യാം, വിശ്വസ്തയോടെ കർത്താവിൻ്റെ മുന്നിൽ നമ്മൾ ഹല്ലേലൂയ അനുകരിക്കേണ്ടവരെ, അനുസരിക്കേണ്ടവരെ, ഹല്ലേലൂയ പിന്തുടർന്ന് ഹല്ലേലൂയ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകാതെ കർത്താവിൻ്റെ വചനത്തിൽ വേരൂന്നി ജീവിക്കുന്നവരായി നമ്മുടെ ഉദ്ദേശം ഹല്ലേലൂയ കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിനോട് കാണപ്പെടണം. ഹല്ലേലൂയ. നിത്യമായ ആ ഭവനത്തിന് നമ്മൾ ഓഹരിക്കാരായിരിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഒഴിയാതെ ഹല്ലേലൂയ ഉറപ്പും ധൈര്യമുള്ളവരായി നമുക്ക് മുന്നേറാൻ ദൈവവചനം പ്രസംഗിച്ച നമ്മളെ രക്ഷയുടെ മാർഗത്തിൽ കൊണ്ടുവന്ന ജീവിതങ്ങളെ നാം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായി തീരണം. ഹല്ലേലൂയ. ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നേറാം. ദൈവം എല്ലാവരും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ.